Good morning. Today we are going to discuss about the mechanism of enzyme action. Enzymes play a pivotal role in virtually all metabolic reactions. Enzymes ഒരു ഇമ്പോർട്ടൻ്റ് റോളാണ് എല്ലാ മെറ്റബോളിക് റിയാക്ഷൻസിനകത്തും പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡിഫറെൻറ്റ് എൻസൈംസ് catalyze their respective reactions with different efficiency. Their catalytical efficiency depends mostly upon the way in which they react with their substrate. ഡിഫറെൻറ്റ് എൻസൈംസ് അവരുടെ റെസ്പെക്റ്റീവ് റിയാക്ഷൻസ് ഡിഫറെൻറ്റ് എഫിഷ്യൻസിയിലാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഓരോ എൻസൈമും അവരുടെ റിയാക്ഷൻസ് ഡിഫറെൻറ്റ് എഫിഷ്യൻസിയിലായിരിക്കും ക്യാരി ഔട്ട് ചെയ്യുന്നത്. അവരുടെ കാറ്റലിറ്റിക്കൽ എഫിഷ്യൻസി സാധാരണയായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ് അവർ സബ്സ്ട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് എന്നതിനനുസരിച്ചിരിക്കും. ദ ആക്ച്വൽ മെക്കാനിസം ഓഫ് എൻസൈം ആക്ഷൻ ഇസ് നോട്ട് ഫുള്ളി അണ്ടർസ്റ്റുഡ്. ആക്ച്വൽ ആയിട്ടുള്ള എൻസൈം ആക്ഷൻ്റെ മെക്കാനിസം ഫുള്ളി അണ്ടർസ്റ്റുഡ് അല്ല. In fact, enzymes only promote biochemical reactions which can proceed even in the absence of enzymes. എൻസൈംസ് സാധാരണയായിട്ട് ബയോകെമിക്കൽ റിയാക്ഷൻസ് ആണ് ക്യാരി ഔട്ട് ചെയ്യാറുള്ളത്. അത് ആബ്സെൻസ് ഓഫ് എൻസൈംസ് ഇല്ലെങ്കിൽ പോലും ക്യാരി ഔട്ട് ചെയ്യാവുന്ന റിയാക്ഷൻസ് ആണ്. സോ എൻസൈംസ് നെവർ ഇൻഫ്ലുവൻസ് ദ ഡയറക്ഷൻ ഓഫ് റിയാക്ഷൻസ് ബട്ട് ഓൺലി എൻഹാൻസ് എ റേറ്റ് ഓഫ് വെലോസിറ്റി. സോ എൻസൈംസ് സാധാരണയായിട്ട് ഡയറക്ഷൻ ഓഫ് റിയാക്ഷനെ അല്ല ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, പക്ഷേ ഏത് റേറ്റിൽ അല്ലെങ്കിൽ ഏത് വെലോസിറ്റിയിലാണ്, ഏത് സ്പീഡിലാണ് റിയാക്ഷൻ നടക്കുന്നത് എന്നുള്ളതാണ് എൻസൈംസ് ഇൻക്രീസ് ചെയ്യുന്നത്. Theories of enzyme action. An overall theory of enzyme action has not been advanced so far. ഇതുവരെയായിട്ട് ഒരു എൻസൈം ആക്ഷൻ എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി ഒരു ഓവറോൾ ആയിട്ടൊരു തിയറി ഇതുവരെയായിട്ടും ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. സ്റ്റിൽ ഇറ്റ് ഇസ് ജനറലി ഹെൽഡ് ദാറ്റ് എൻസൈം ആക്ഷൻ ഇൻ ഓൾ പ്രോബബിലിറ്റി ഇൻവോൾവ്സ് 3 ആസ്പെക്ട്സ്. എൻസൈം ആക്ഷൻ എല്ലാ പ്രോബബിലിറ്റിയുടെ എടുത്ത് നോക്കിയാലും 3 ആസ്പെക്ട്സ് ആണ് ഉള്ളതെന്നാണ് പറയുന്നത്. എൻസൈം ഇൻഡ്യൂസ്ഡ് ലോവറിംഗ് ഓഫ് ദ എനർജി ഓഫ് ആക്ടിവേഷൻ. എൻസൈം ഇൻഡ്യൂസ് ചെയ്തുകൊണ്ട് എനർജി ഓഫ് ആക്ടിവേഷൻ ലോവർ ചെയ്യുക. ഹൈ സ്പെസിഫിസിറ്റി ഓഫ് എൻസൈം ആക്ഷൻ, ഹൈലി സ്പെസിഫിക് ആയിട്ട് എൻസൈം ആക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. അതുപോലെ പ്രിസൈസ് റെഗുലേഷൻ ഓഫ് കാറ്റലിറ്റിക് പ്രോസസ്സസ് അണ്ടർ ബയോളജിക്കൽ റെഗുലേഷൻ. കാറ്റലിറ്റിക്കൽ പ്രോസസ്സ് ബയോളജിക്കൽ കണ്ടീഷനകത്തുള്ള കാറ്റലിറ്റിക്കൽ പ്രോസസ്സിൻ്റെ പ്രിസൈസ് ആയിട്ടുള്ള റെഗുലേഷൻ. ഈ 3 ആസ്പെക്ട്സിലാണ് എൻസൈം ആക്ഷൻ നടക്കുന്നതെന്നാണ് മെയിനായിട്ട് പറയാറുള്ളത്. എൻസൈം ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ലോവറിംഗ് ഓഫ് എനർജി ഓഫ് ആക്ടിവേഷൻ, അല്ലെങ്കിൽ ആക്ടിവേഷൻ എനർജി എൻസൈം ഇൻഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ലോ ചെയ്യും. അതുപോലെ ഹൈലി സ്പെസിഫിക് ആക്ഷൻ, ഒരു സ്പെസിഫിക് എൻസൈം ഒരു സ്പെസിഫിക് സബ്സ്ട്രേറ്റുമായിട്ടാണ് പോയി ബൈൻഡ് ചെയ്യുള്ളൂ. അങ്ങനെയുള്ള ഹൈലി സ്പെസിഫിക് നേച്ചർ അല്ലെങ്കിൽ സ്പെസിഫിസിറ്റി ഓഫ് എൻസൈം ആക്ഷൻ. പിന്നെ ദ പ്രിസൈസ് റെഗുലേഷൻ ഓഫ് കാറ്റലിറ്റിക്കൽ പ്രോസസ്സസ് അണ്ടർ ബയോളജിക്കൽ കണ്ടീഷൻസ്. ബയോളജിക്കൽ കണ്ടീഷൻസിനകത്ത് എത്ര പ്രിസൈസ് ആയിട്ടാണ് കാറ്റലിറ്റിക്കൽ പ്രോസസ്സ് റെഗുലേറ്റ് ചെയ്ത് പോകുന്നത് എന്നുള്ളത്. Now coming on to the enzyme substrate complexing hypothesis അല്ലെങ്കിൽ മൈക്കിളിസ് മെന്റൻ തിയറി എന്ന് പറയുന്നത്. A significant advancement in the understanding of enzyme action was the formulation of the enzyme substrate complexing hypothesis by Leonard Michaelis and Mount Menton in 1931. ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അഡ്വാൻസ്മെൻറ്റ്, എൻസൈം ആക്ഷൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ പറ്റിയുള്ള ഒരു സിഗ്നിഫിക്കൻ്റ് അഡ്വാൻസ്മെൻറ്റ് നടത്തിയത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിങ് ഹൈപ്പോത്തിസ് എന്ന് പറഞ്ഞൊരു ഹൈപ്പോത്തിസ് മൈക്കിളിസും മെൻറ്റനും 1931 പുട്ട് ഫോർവേഡ് ചെയ്തതിന് ശേഷമാണ്. അക്കോർഡിംഗ് ടു ദിസ് ഹൈപ്പോത്തിസ്, ദ എൻസൈം ഇ first selectively reacts with the substrate S, then enters into a brief and intimate combination with it, and finally forms an unstable and highly reactive enzyme substrate complex with a rate constant K1. ഈ ഹൈപ്പോത്തിസ് അനുസരിച്ച് എൻസൈം എന്ന് പറയുന്ന ഈ സെലക്റ്റീവായിട്ട് തന്നെ സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്യും, എസ്സുമായിട്ട് ബൈൻഡ് ചെയ്യും. എന്നിട്ട് ഈ സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കോമ്പിനേഷനിൽ എൻ്റർ ചെയ്യും. പക്ഷേ ഇതൊരു അൺസ്റ്റേബിളും ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ളൊരു കോംപ്ലക്സ് ആയിരിക്കും. അതിന് നമ്മൾ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എന്ന് പറയും. അതിൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് K1 ആണ്. എൻസൈം സബ്സ്ട്രേറ്റ് ഹാസ് 2 പോസിബിൾ ഫേറ്റ്സ്. ഇനി എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിന് 2 ഫേറ്റ്സ് ആണുള്ളത്. ഇറ്റ് മേ ഡിസോസിയേറ്റ് ഇൻ ടു എൻസൈം ആൻഡ് സബ്സ്ട്രേറ്റ് വിത്ത് റേറ്റ് കോൺസ്റ്റൻറ്റ് K2. റിവേഴ്സ് റിയാക്ഷൻ നടന്നിട്ട് അതിന് ഡിസോസിയേറ്റ് ചെയ്തിട്ട് തിരിച്ച് എൻസൈമും സബ്സ്ട്രേറ്റും തന്നെയായിട്ട് മാറാം. അതിൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് K2 ആണ്. ഓർ ഇറ്റ് മേ ടേക്ക് ദ സബ്സ്ട്രേറ്റ് മോളിക്യൂൾ ആക്ടിവേറ്റഡ് ആൻഡ് റിയാക്റ്റീവ് ഈവൻ അറ്റ് ലോ ടെമ്പറേച്ചേഴ്സ്. അല്ലെങ്കിൽ അത് സബ്സ്ട്രേറ്റ് മോളിക്യൂളിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് അതിനെ ലോ ടെമ്പറേച്ചേഴ്സിൽ പോലും റിയാക്റ്റീവ് ആക്കി മാറ്റാനായിട്ട് പറ്റും. അങ്ങനെ 2 പോസിബിൾ ഫേറ്റ്സ് ആണ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുക. ഒന്നല്ലെങ്കിൽ ഈ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിന് തിരിച്ച് എൻസൈമും സബ്സ്ട്രേറ്റുമായിട്ട് മാറാനായിട്ട് പറ്റും. അന്നേരം അവിടുത്തെ റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ K2 ആണ്. തിരിച്ചല്ലെങ്കിൽ സബ്സ്ട്രേറ്റ് മോളിക്യൂളിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് അതിനെ റിയാക്റ്റീവ് ആക്കാം. ഈവൻ അറ്റ് ലോ ടെമ്പറേച്ചറിൽ പോലും അതിനെ റിയാക്റ്റീവ് ആക്കി മാറ്റാനായിട്ട് പറ്റും. ഇൻ ദ സെക്കൻഡ് ഇൻസ്റ്റൻസ്, substrate transforms to a product
and the enzyme substrate complex becomes the enzyme product complex. ഇനി സെക്കൻഡ് ഇൻസ്റ്റൻസ് ആണ്, അതായത് സബ്സ്ട്രേറ്റ് റിയാക്റ്റീവായിട്ട് ആക്ടിവേറ്റഡ് ആയിട്ട് റിയാക്റ്റീവായി മാറുവാണെങ്കിൽ സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറും. ആൻഡ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ആയിട്ട് മാറും. അതിൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് K3 ആണ്. ദിസ് കോംപ്ലക്സ് സൂൺ ബ്രേക്സ് ഡൗൺ ഇൻ ടു എൻസൈം ആൻഡ് സബ്സ്ട്രേറ്റ്. ഈ കോംപ്ലക്സ് പെട്ടെന്ന് തന്നെ എൻസൈമും പ്രൊഡക്റ്റുമായിട്ട് മാറും. അപ്പോൾ സബ്സ്ട്രേറ്റ് റിയാക്റ്റീവായി മാറുവാണെങ്കിൽ അത് സബ്സ്ട്രേറ്റിനെ പ്രൊഡക്റ്റാക്കി മാറ്റും. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ആയിട്ട് മാറും. അവിടെ റേറ്റ് കോൺസ്റ്റൻറ്റ് K3 ആണ്. ഈ എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് പെട്ടെന്ന് തന്നെ എൻസൈമും പ്രോഡക്റ്റുമായിട്ട് മാറും. ദ റിവേഴ്സ് റിയാക്ഷൻ എൻസൈം പ്രോഡക്റ്റ് ഇൻ ടു എൻസൈം സബ്സ്ട്രേറ്റ് ഇസ് നെഗ്ലിജിബിൾ ഓർ പ്രാക്ടിക്കലി ആബ്സെൻറ്റ്. ഇനി എൻസൈം പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ കോംപ്ലക്സ് തിരിച്ച് എൻസൈം സബ്സ്ട്രേറ്റ് ആയിട്ട് മാറുക എന്നുള്ളത് നെഗ്ലിജിബിൾ അല്ലെങ്കിൽ പ്രാക്ടിക്കലി ആബ്സെൻ്റ് ആയിട്ടുള്ളൊരു റിവേഴ്സ് റിയാക്ഷനാണ്. So it is assumed that the product never reverts to its original substrate. അതുകൊണ്ട് നമ്മൾ അസ്യൂം ചെയ്ത പ്രൊഡക്റ്റ് ഒരിക്കലും തിരിച്ച് ഒറിജിനലായിട്ടുള്ള സബ്സ്ട്രേറ്റ് ആയിട്ട് മാറാനുള്ള കപ്പാസിറ്റി ഇല്ല. The release of the product from the enzyme regenerates free unchanged enzyme which may repeat the cycle with another substrate molecule. ഇനി പ്രോഡക്റ്റിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻസൈം അവിടെ ഫ്രീ ആവും, അല്ലെങ്കിൽ എൻസൈം ഫ്രീ ആയിട്ടായിരിക്കും റീജനറേറ്റ് ചെയ്തേക്കുന്നത്. അതിന് ഈ അൺചേഞ്ച്ഡ് ആയിട്ടുള്ള എൻസൈം വേറൊരു സബ്സ്ട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് വീണ്ടും ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്ത് പോകാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പം എൻസൈം സെലക്റ്റീവായിട്ട് സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്യും. അവരൊരു അൺസ്റ്റേബിളും ഹൈലി റിയാക്റ്റീവും ആയിട്ടുള്ള എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യും. അവിടുത്തെ റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് K1 ആണ്. ഈ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിന് 2 ഫേറ്റ് അണ്ടർഗോ ചെയ്യാം. തിരിച്ച് എൻസൈമും സബ്സ്ട്രേറ്റും തന്നെയായിട്ട് മാറാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. അല്ലെങ്കിൽ സബ്സ്ട്രേറ്റിനെ ഹൈലി റിയാക്റ്റീവ് ആക്കിയിട്ട് എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ആയിട്ട് മാറാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇനി എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ആയിട്ട് മാറുകയാണ് എങ്കിൽ അവിടുത്തെ റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് K3 ആണ്. എൻസൈമും സബ്സ്ട്രേറ്റുമായിട്ട് ഡിസോസിയേറ്റ് ചെയ്യുവാണെങ്കിൽ അവിടുത്തെ റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് K2 ആണ്. ഇനി എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് തിരിച്ചല്ല, അതിന് എൻസൈമും പ്രൊഡക്റ്റുമായിട്ട് മാറാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഈ എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സിന് തിരിച്ച് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആകാനുള്ള റിവേഴ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ അല്ലെങ്കിൽ പ്രാക്ടിക്കലി ആബ്സെൻ്റ് ആണ്. റിലീസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് റിലീസ് ചെയ്യുന്നതോടുകൂടി എൻസൈം വീണ്ടും ഫ്രീ ആയി എൻസൈമിന് വേറെ സബ്സ്ട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് അനദർ സൈക്കിൾ ഓഫ് റിയാക്ഷൻ അണ്ടർഗോ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇതാണ് ഇക്വേഷൻ എല്ലാം. ഇത് മൊത്തത്തിൽ എഴുതിയേക്കണം. നോക്കിയാൽ മൈക്കിളിസ് മെൻ്റൽ തിയറി ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ദ ഫോളോയിങ് ഇക്വേഷൻ നോൺ ആസ് മൈക്കിളിസ് മെൻ്റൻ ഇക്വേഷൻ. ഇതിനാ നോക്കിയാൽ എൻസൈം പ്ലസ് സബ്സ്ട്രേറ്റ് E+S, അതിന് റേറ്റ് കോൺസ്റ്റൻറ്റ് K1 അത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആയിട്ട് മാറി. റിവേഴ്സ് റിയാക്ഷൻ ആണ് എങ്കിൽ എൻസൈമും സബ്സ്ട്രേറ്റുമായിട്ട് മാറി, അതിന് റേറ്റ് കോൺസ്റ്റൻറ്റ് K2 ആണ്. തിരിച്ച് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എന്നുള്ളത് K3 എന്ന് പറഞ്ഞ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ പ്രസൻസിൽ എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ആയിട്ട് മാറി. ഈ എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സിന് തിരിച്ച് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആയിട്ട് മാറാനായിട്ട് പറ്റില്ല. അത് തിരിച്ച് എൻസൈമും പ്രൊഡക്റ്റുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ എൻസൈം പ്രൊഡക്റ്റ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എൻസൈം ഫ്രീ ആണ്, വേറൊരു സബ്സ്ട്രേറ്റുമായിട്ട് പോയി ആക്ട് ചെയ്യാനായിട്ട് പറ്റും. ഹിയർ S is a substrate. E is a enzyme. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആണ് ES എന്ന് പറഞ്ഞാൽ. EP എന്ന് പറഞ്ഞാൽ എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ആണ്. P എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ആണ്. K1, K2, K3 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കോൺസ്റ്റൻസ് അല്ലെങ്കിൽ റേറ്റ് കോൺസ്റ്റൻസ് ആണ് റെസ്പെക്റ്റീവ് റിയാക്ഷൻസിൻ്റെ. അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ, ഈ ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും എൻസൈം റിയാക്ട് വിത്ത് സബ്സ്ട്രേറ്റ് വിത്ത് എ റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് K1 എന്ന് പറഞ്ഞ റേറ്റ് കോൺസ്റ്റൻറ്റിൽ എൻസൈം സബ്സ്ട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്തു. ദെൻ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിന് തിരിച്ച് ഡിസോസിയേറ്റ് ചെയ്തിട്ട് എൻസൈം സബ്സ്ട്രേറ്റുമായിട്ട് മാറാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അവിടുത്തെ റേറ്റ് കോൺസ്റ്റൻറ്റ് K2 ആണ്. ഇനി എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് തിരിച്ച് ആ റിയാക്ഷൻ ഫോർവേഡ് ഡയറക്ഷനിലാണ് എങ്കിൽ എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ഫോം ചെയ്യും. അവിടുത്തെ റേറ്റ് കോൺസ്റ്റൻറ്റ് K3 ആണ്. എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സിൽ നിന്ന് എൻസൈമും പ്രൊഡക്റ്റുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. The formation of enzyme substrate complex is fast and the reversible reaction is a reversible reaction and it attains equilibrium very rapidly. Enzyme substrate complex ഫോം ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. അതുപോലെ അതിന് റിവേഴ്സിബിൾ ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. പക്ഷേ ദ ഫോർമേഷൻ ഓഫ് എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ആൻഡ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ടു എൻസൈം ആൻഡ് പ്രോഡക്റ്റ് ആർ സ്ലോ ആൻഡ് ഇറിവേഴ്സിബിൾ. എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു, അതുപോലെ എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സിൽ നിന്ന് എൻസൈമും പ്രൊഡക്റ്റും ഫോം ചെയ്യുന്നത് സ്ലോവും ഇറിവേഴ്സിബിളും ആയിട്ടുള്ള റിയാക്ഷനാണ്.
According to Michaelis Menten theory, the process of enzyme catalysis is completed in 3 stages as follows. And Michaelis Menten theory അനുസരിച്ച് enzyme catalysis 3 സ്റ്റേജസിലാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ്, diffusion of the substrate to the enzyme and its stereospecific binding with the active site to form the enzyme substrate complex. സബ്സ്ട്രേറ്റ് ഡിഫ്യൂസ് ചെയ്യുക, എൻസൈമിൽ നിന്ന് ഡിഫ്യൂസ് ചെയ്ത് പോയിട്ടിട്ട് സ്റ്റീരിയോ സ്പെസിഫിക് ആയിട്ട് ആക്റ്റീവ് സൈറ്റിൽ ബൈൻഡ് ചെയ്തിട്ടാണ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യണത്. സബ്സ്ട്രേറ്റ് ഡിഫ്യൂസ് ചെയ്ത് എൻസൈമിലോട്ട് ഡിഫ്യൂസ് ചെയ്തിട്ട് സ്റ്റീരിയോ സ്പെസിഫിക് ബൈൻഡിങ് വഴി എൻസൈമിൻ്റെ സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആക്റ്റീവ് സൈറ്റിനകത്തേക്ക് ബൈൻഡ് ചെയ്ത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യും. കൺവേർഷൻ ഓഫ് ദ പ്രൈമറി എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ടു വൺ ഓർ മോർ ആക്ടിവേറ്റഡ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സസ് ആൻഡ് ഫൈനലി ടു ആൻ എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ്. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആയിരുന്നതിനകത്ത് സബ്സ്ട്രേറ്റിനെ റിയാക്റ്റീവ് ആക്കിയിട്ട് അത് എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ആയിട്ട് മാറുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. Next, detachment of the reaction product from the active site of the enzyme and its diffusion to the medium. എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സിൽ നിന്ന് പ്രൊഡക്റ്റിനെ ഡിറ്റാച്ച് ചെയ്യുക, അതായത് എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ നിന്ന് പ്രൊഡക്റ്റ് റിലീസ് ചെയ്യുക, എന്നിട്ടത് മീഡിയത്തിനകത്തേക്ക് റിലീസ് ആവുക. ഇതാണ് മെയിനായിട്ട് 3 സ്റ്റെപ്സ് എന്ന് പറയുന്നത്. എൻസൈം കറ്റാലിസിസിന് 3 സ്റ്റെപ്സ്. ഫസ്റ്റ്, സബ്സ്ട്രേറ്റിലോട്ട് സബ്സ്ട്രേറ്റ് എൻസൈമിലോട്ട് ഡിഫ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ പോയി ബൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. ഇങ്ങനെയുള്ള എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിനകത്ത് സബ്സ്ട്രേറ്റ് റിയാക്റ്റീവായിട്ട് ഫൈനലി എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സിനകത്ത് പ്രൊഡക്റ്റ് എൻസൈമിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് മീഡിയത്തിനകത്തേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നതാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് സ്റ്റേജ് ഇസ് വെരി ക്വിക്ക് ആൻഡ് ഷോർട്ട്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഭയങ്കര ക്വിക്കും ഷോർട്ടുമാണ്. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്ന വളരെ ക്വിക്കായിട്ടുള്ള സ്റ്റെപ്പാണ്. അതുപോലെ ഷോർട്ട് ഡ്യൂറേഷൻ അതിന് എടുക്കുന്നുള്ളൂ. ഇറ്റ് മോസ്റ്റ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ സബ്സ്ട്രേറ്റ് ഇൻ ദ മീഡിയം ആൻഡ് ഇറ്റ്സ് റേറ്റ് ആൻഡ് ദ റേറ്റ് ഓഫ് ഇറ്റ്സ് ഡിഫ്യൂഷൻ. ഇത് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യണത് എത്ര സബ്സ്ട്രേറ്റ് ആണ്, കോൺസെൻട്രേഷൻ ഓഫ് ദ സബ്സ്ട്രേറ്റ് ഇൻ ദ മീഡിയത്തിൽ, അതുപോലെ റേറ്റ് ഓഫ് ഡിഫ്യൂഷനെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യണത്. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിങ് occurs through weak non-covalent bonds such as hydrogen bonds, ionic bonds, van der Waals bonds, or a combination of some of these. At this step, the lowering of the level of activation energy is very vital. ഇനി എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുക എന്ന് പറയുന്നത് വീക്കും നോൺ കോവാലൻ്റ് ആയിട്ടുള്ള ബോൺസ് വഴിയാണ്. ഹൈഡ്രജൻ ബോണ്ട്, അയണിക് ബോണ്ട്, വാൻ ഡർ വാൾസ് ബോൺസ് ഒക്കെയാണ് നേരെ ഫോം ചെയ്യുന്നത്. ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്ടിവേഷൻ എനർജി ലോവർ ചെയ്യുന്നതുകൊണ്ടാണ്. ലോവർ ചെയ്യുക എന്നുള്ളതാണ് ഈ സ്റ്റെപ്പിനകത്ത് മെയിനായിട്ട് വൈറ്റലായിട്ട് കിടക്കുന്ന ഒരു ആക്ഷൻ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഭയങ്കര സ്ലോ ആണ്. ആൻഡ് ഇറ്റ്സ് ഡ്യൂറേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ആക്ടിവേഷൻ എനർജി. അത് ഭയങ്കര സ്ലോ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അതിൻ്റെ ഡ്യൂറേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആക്ടിവേഷൻ എനർജിനെയാണ്. ദിസ് സ്റ്റേജ് ഇൻവോൾവ്സ് ദ ലൂസണിങ് ആൻഡ് ബ്രേക്കിംഗ് ഓഫ് ദ സബ്സ്ട്രേറ്റ് ബോൺസ് ആൻഡ് മേക്കിംഗ് ഓഫ് ന്യൂ ബോൺസ്. ഇതിനകത്ത് ലൂസൺ ചെയ്യുകയും ബ്രേക്ക് ചെയ്യുകയും ചെയ്യുകയാണ് സബ്സ്ട്രേറ്റ് ബോൺസ്, അതുപോലെ ന്യൂ ബോൺസ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. This is due to the progressively increasing activation of the enzyme substrate complex. ഇത് പ്രോഗ്രസീവ്ലി ഇൻക്രീസിങ് ആക്ടിവേഷൻ, എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിൻ്റെ കൂടുതലായിട്ടുള്ള ആക്ടിവേഷൻ വഴിയാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സ്ലോ ആണ്. അതുപോലെ അതിൽ ഡ്യൂറേഷൻ മെയിനായിട്ട് ആക്ടിവേഷൻ എനർജീനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ സ്റ്റേജിനകത്താണ് ലൂസണിങ്ങും അതുപോലെ ബ്രേക്കിംഗ് ഓഫ് സബ്സ്ട്രേറ്റ് ബോൺസ്, പുതിയ ബോൺസ് ഫോം ചെയ്യുകയും ചെയ്ത് ഓൾറെഡി ഉള്ള ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യുകയും അല്ലെങ്കിൽ ലൂസൺ ചെയ്യുകയും ചെയ്യുന്നു, പുതിയ ബോൺസ് ഫോം ചെയ്യുകയും ചെയ്യുന്നത് ഈ സെക്കൻഡ് സ്റ്റേജിലാണ്. ഇതുവഴി പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ഇൻക്രീസിങ് ആക്ടിവേഷൻ ഓഫ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എൻസൈം പ്ലസ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്തു. അതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അത് ക്വിക്കും ഷോർട്ടുമാണ്. സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷനെയും റേറ്റ് ഓഫ് ഡിഫ്യൂഷനെയും മാത്രമാണ് അത് ഡിപ്പെൻഡ് ചെയ്യണത്. പിന്നത്തെ സ്റ്റേജ് അല്ല, എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഹൈലി റിയാക്റ്റീവ് സ്റ്റേറ്റിലോട്ട് പോകുന്നത്. അതായത് അത് വീക്കായിട്ടുള്ള എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്ന ആക്ച്വലി വീക്കും നോൺ കോവാലൻ്റ് ബോൺസിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. ആ ലെവലിലാണ് ആക്ച്വലി എനർജി ഓഫ് ആക്ടിവേഷൻ ലോവർ ചെയ്ത് പോകുന്നത്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എൻസൈം സബ്സ്ട്രേറ്റ് ഹൈലി റിയാക്റ്റീവ് സ്റ്റേറ്റിലൊക്കെ ആക്കുന്ന സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞ് ഈ ഡയഗ്രത്തിൽ ഇതേ ഇവിടെ കാണിച്ചിരിക്കുന്ന ആ സ്റ്റേജ്, ഈ ഇത്രയും വരുന്ന സ്റ്റേജ്, അന്നേരം ആ സ്റ്റേജിനകത്താണ് ആക്ച്വലി ആ സ്റ്റേജ് ഭയങ്കര ലോ ആയിട്ടുള്ളൊരു സ്റ്റേജാണ്. അതുപോലെ ആക്ടിവേഷൻ എനർജീനെയാണ് ആ സ്റ്റേജ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ലൂസണിങ്ങും അതുപോലെ ബ്രേക്കിംഗ് ഓഫ് സബ്സ്ട്രേറ്റ് ബോൺസും മേക്കിംഗ് ഓഫ് ന്യൂ വൺസും ആണ് അവിടെ സംഭവിക്കുന്നത്. ഓൾറെഡി ഉള്ള സബ്സ്ട്രേറ്റ് ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യുന്നു, പുതിയ ബോൺസ് ഫോം ചെയ്യുന്നു. ഇവിടെയാണ് പ്രോഗ്രസീവ് ആയിട്ടുള്ള ഇൻക്രീസിങ് ആക്ടിവേഷൻ ഓഫ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് സംഭവിക്കുന്നത്. പിന്നെയുള്ളതാണ് തേർഡ് സ്റ്റേജ്, അതായത് എൻസൈംസ് പ്രൊഡക്റ്റ് കോംപ്ലക്സിൽ നിന്ന് എൻസൈമും പ്രൊഡക്റ്റുമായിട്ട് മാറുന്നത്. അതാണ് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. Once the enzyme substrate complex, second stage കാര്യം തന്നെയാണ് കേട്ടോ പറയുന്നത്. Once the enzyme substrate complex is formed, the physical properties of the enzyme, solubility, heat stability, etc. may
ചേഞ്ച്. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻസൈമിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള സോലുബിലിറ്റി, ഹീറ്റ് സ്റ്റെബിലിറ്റിക്കൊക്കെ ചേഞ്ചസ് വരാറുണ്ട്. ദ സെക്കൻഡ് സ്റ്റേജ് മേ ഹാവ് സെവറൽ സ്റ്റെപ്സ് ഇൻവോൾവിംഗ് ദ ഫോർമേഷൻ ആൻഡ് ഡീകേ ഓഫ് റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സെവറൽ സ്റ്റെപ്സ് ആയിട്ടായിരിക്കും റിപ്പീറ്റ് ചെയ്തേക്കണം. അവിടെ പുതിയ ബോണ്ടുകൾ ഫോം ചെയ്യും, അതുപോലെ റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ്സിൻ്റെ ഡീക്കേയും സംഭവിക്കാറുണ്ട്. When there are several steps in the reaction, the overall reaction rate is determined by the step that involves the highest activation energy. ഇനി കുറേ അധികം സ്റ്റെപ്പുകൾ ഒരു റിയാക്ഷനിലുണ്ട് എങ്കിൽ ഓവറോൾ റിയാക്ഷൻ റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഹയസ്റ്റ് ആക്ടിവേഷൻ എനർജി ഉള്ള സ്റ്റെപ്പാണ് ആക്ച്വലി ആ റിയാക്ഷൻ്റെ സ്പീഡ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. Such a step is therefore called the rate limiting step, or in some cases there will be more than one rate limiting step. ഏത് സ്റ്റെപ്പിലാണോ ഏറ്റവും കൂടുതൽ ആക്ടിവേഷൻ എനർജി വരുന്നത് ആ സ്റ്റെപ്പിനെയാണ് നമ്മൾ റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ചില കേസസിനകത്ത് ഒന്നിൽ കൂടുതൽ റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്സ് ഫോം ചെയ്യാറുണ്ട്. The third stage is also slow and short. It depends mainly on the concentration of the enzyme substrate complex and rate of the diffusion of the product to the environment. തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലോയും ഷോർട്ടും ആയിട്ടുള്ള സ്റ്റേജാണ്. ഇത് മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ദ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിനെ, അതുപോലെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ദ പ്രോഡക്റ്റ് ടു ദി എൻവയോൺമെൻറ്റ്. പ്രോഡക്റ്റ് എത്ര റേറ്റിലാണ് എൻവയോൺമെൻറ്റിലോട്ട് ഡിഫ്യൂസ് ചെയ്യുന്നത്, ഇതിനെ രണ്ടെണ്ണത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് തേർഡ് സ്റ്റേജ് എന്ന് കാണുന്നത്. സ്ലോയും ഷോർട്ടും ആണ്. അതുപോലെ കോൺസെൻട്രേഷൻ ഓഫ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിൻ്റെയും അതുപോലെ ഏത് റേറ്റിലാണ്, എത്ര സ്പീഡിലാണ് പ്രോഡക്റ്റ് എൻവയോൺമെൻറ്റിലോട്ട് ഡിഫ്യൂസ് ചെയ്യുന്നതെന്നനുസരിച്ചാണ് ഇതിനകത്ത് ഈ തേർഡ് സ്റ്റേജ്, ഈ കാണിച്ചിരിക്കുന്ന തേർഡ് സ്റ്റേജിൻ്റെ റേറ്റ് വരുന്നത്. സ്ലോ ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. Enzyme substrate interaction. Two hypotheses has been formulated to explain the conformation of the active site and the physical mechanism of enzyme substrate complexing. രണ്ട് ഹൈപ്പോത്തിസ് ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആക്റ്റീവ് സൈറ്റിൻ്റെ കൺഫർമേഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഫിസിക്കൽ മെക്കാനിസം എങ്ങനെയാണ് എൻസൈമും സബ്സ്ട്രേറ്റും കോംപ്ലക്സ് ഫോം ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് രണ്ട് തിയറീസ് അല്ലെങ്കിൽ രണ്ട് ഹൈപ്പോത്തിസ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹൈപ്പോത്തിസ് ആണ് ദ ലോക്ക് ആൻഡ് കീ ഹൈപ്പോത്തിസ് ഓർ ദ ടെംപ്ലേറ്റ് തിയറി പ്രപ്പോസ്ഡ് ബൈ എമിൽ ഫിഷർ in 1894 and the induced fit hypothesis proposed by Daniel Koshland Jr. in 1962. അങ്ങനെ രണ്ട് ഹൈപ്പോത്തിസുകളാണ് എൻസൈം സബ്സ്ട്രേറ്റ് ഇൻട്രാക്ഷൻ, അല്ലെങ്കിൽ എങ്ങനെ എന്ത് ഫിസിക്കൽ മെക്കാനിസം ആണ് എൻസൈം സബ്സ്ട്രേറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ നേരത്ത് എടുക്കുന്നതിനെ പറ്റിയുള്ള രണ്ട് തിയറീസാണ് ഉള്ളത്. ഇതിനകത്ത് ഫസ്റ്റ് വണ്ണാണ് ലോക്ക് ആൻഡ് കീ ഹൈപ്പോത്തിസിസ്. Lock and key hypothesis. Lock and key hypothesis is a concept that there exists strict structural complementarity and absolute specificity between the substrate and the active site of its enzyme. Lock and key hypothesis അനുസരിച്ച് പറയുന്നത് സ്ട്രക്ചറൽ കോംപ്ലിമെൻറ്റാരിറ്റി അതുപോലെ ആബ്സല്യൂട്ട് സ്പെസിഫിസിറ്റിയും സബ്സ്ട്രേറ്റും എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റും തമ്മിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. കോംപ്ലിമെൻറ്റാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കയറാനുള്ളൊരു സ്ട്രക്ചറൽ കോംപ്ലിമെൻറ്റ്. നമ്മൾ ലോക്കും കീയും പറയുമ്പോൾ എന്താ, ഓരോ ലോക്കിനും ഓരോ കീ ആണ് അല്ലേ, ഒരു ലോക്കിന് ഒരു കീ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് സ്ട്രക്ചറൽ വ്യത്യാസം വരുത്തിയിട്ടാണ് ഓരോ കീയും ഉണ്ടാക്കിയേക്കുന്നത്. അതുപോലെ ഓരോ എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിനും സ്ട്രക്ചറലി അതിന് തന്നെ ഫിറ്റായിട്ടിരിക്കാൻ പാകത്തിനുള്ള ഒരു സബ്സ്ട്രേറ്റ് ആയിരിക്കും ഡെവലപ്പ് ചെയ്തേക്കണം. അതാണ് സ്ട്രക്ചറൽ കോംപ്ലിമെൻറ്റാരിറ്റി ആൻഡ് ആബ്സല്യൂട്ട് സ്പെസിഫിസിറ്റി. ഹൈലി സ്പെസിഫിക്കും ആയിരിക്കും. ഒരു എൻസൈമിൻ്റെ ആക്റ്റീവ് സൈഡിൽ ആ പർട്ടിക്കുലർ സബ്സ്ട്രേറ്റിന് മാത്രമാണ് ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ ഹൈലി സ്ട്രക്ചറലി കോംപ്ലിമെൻ്ററി ആയിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റൽ സ്ട്രക്ചറും ആയിരിക്കും അതിനുണ്ടാവുക. അക്കോർഡിംഗ് ടു ദിസ് ഹൈപ്പോസിസ്, an enzyme is a rigid template with a pre-shaped active site to which the substrate can bind. ഈ ഹൈപ്പോത്തിസ് അനുസരിച്ച് ഒരു എൻസൈം എന്ന് പറയുന്നത് റിജിഡ് ആയിട്ടുള്ളൊരു ടെംപ്ലേറ്റ് ആണ്. അതിനൊരു പ്രീ ഷേപ്ഡ് ആയിട്ടുള്ളൊരു ആക്റ്റീവ് സൈറ്റ് ഉണ്ടായിരിക്കും. അതിനകത്തേക്കാണ് സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ഒരു പ്രീ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ആക്റ്റീവ് സൈറ്റിൽ എൻസൈമിൻ്റെ സ്ട്രക്ചർ റിജിഡ് ആണ്. അതിൻ്റെ പ്രീ ഷേപ്ഡ് ഓൾറെഡി ഷേപ്പ് ചെയ്തിരിക്കുന്ന ആക്റ്റീവ് സൈറ്റിലോട്ടാണ് സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ഇറ്റ് ഓൾസോ envisages that the active site of the enzyme is permanent or fixed part with two components, one for substrate binding and other for catalysis. ഈ തിയറി അനുസരിച്ച് ഒരു കാര്യവും കൂടെ പറയുന്നുണ്ട്. ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത് എൻസൈമിൻ്റെ പെർമനൻ്റ് ആണ് അല്ലെങ്കിൽ ഫിക്സ്ഡ് പാർട്ടാണ്. അതിന് രണ്ട് കോമ്പോണൻസ് ആണുള്ളത്. ഒന്ന് സബ്സ്ട്രേറ്റ് ബൈൻഡിങ്ങിനും ഒന്ന് സബ്സ്ട്രേറ്റിനെ പ്രൊഡക്റ്റ് ആക്കി മാറ്റാൻ കാറ്റാലിസിസ് നടത്താൻ വേണ്ടിയിട്ട്. ദ ബൈൻഡിങ് സൈറ്റ് ഇസ് ആൻ എക്സാക്ട് റെപ്ലിക്ക ഓഫ് ഇറ്റ് സബ്സ്ട്രേറ്റ് ഇൻ സൈസ് ആൻഡ് ഷേപ്പ്. ബൈൻഡിങ് സൈറ്റ് എന്ന് പറഞ്ഞാൽ സബ്സ്ട്രേറ്റിൻ്റെ സൈസിനും ഷേപ്പിൻ്റെ എക്സാക്ട് റെപ്ലിക്കയാണ്, സെയിം അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. സോ സബ്സ്ട്രേറ്റ് വിത്ത് ഡിഫറെൻറ്റ് കൺഫർമേഷൻ വിൽ നോട്ട് ബി ഏബിൾ ടു ബൈൻഡ് വിത്ത് ദ എൻസൈം.
ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള സബ്സ്ട്രേറ്റിന് അതുകൊണ്ട് തന്നെ എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. Thus, a substrate can be taken as a key and the active site of the enzyme as a lock. അതുകൊണ്ട് സബ്സ്ട്രേറ്റിന് നമുക്ക് കീ എന്നും എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിനെ നമുക്ക് ലോക്ക് എന്നും വിശേഷിപ്പിക്കാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. Only a specific substrate can bind with a particular enzyme. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സബ്സ്ട്രേറ്റിന് മാത്രമാണ് പർട്ടിക്കുലർ എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ജസ്റ്റ് ലൈക്ക് ഒരു പർട്ടിക്കുലർ കീക്ക് മാത്രമാണ് ഒരു സ്പെസിഫിക് ലോക്കിൽ പോയി ബൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഒരു സ്പെസിഫിക് സബ്സ്ട്രേറ്റിന് ഒരു പർട്ടിക്കുലർ എൻസൈമിൽ മാത്രമാണ് ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ജസ്റ്റ് ആസ് ഓൺലി വൺ ടൈപ്പ് ഓഫ് കീ ക്യാൻ എക്സാക്ട്ലി ഫിറ്റ് ഇൻ ടു എ പർട്ടിക്കുലർ ലോക്ക്. ലോക്ക് ആൻഡ് കീ ഹൈപ്പോത്തസിസ് അക്കൗണ്ട്സ് ഫോർ എക്സ്ട്രീം എൻസൈം സബ്സ്ട്രേറ്റ് സ്പെസിഫിസിറ്റി. അത് ഏറ്റവും കൂടുതൽ ഊന്നിൽ നിന്ന് എക്സ്ട്രീം ആയിട്ടുള്ള എൻസൈം സബ്സ്ട്രേറ്റ് സ്പെസിഫിസിറ്റിക്കാണ്. It holds that the rigidity of the enzyme causes the repulsion or exclusion of the molecules that are sterically different from the actual substrate. ഇത് പറയുന്നത് റിജിഡിറ്റി ഓഫ് ദ എൻസൈംസിൻ്റെ റിജിഡിറ്റി ആണ് റിപ്പൾഷൻ അല്ലെങ്കിൽ എക്സ്ക്ലൂഷൻ ഓഫ് ദ മോളിക്യൂൾസിൻ്റെ കാര്യം. മോളിക്യൂൾസിനെ റിപ്പൾസ് ചെയ്യും അതുപോലെ എക്സ്ക്ലൂഡ് ചെയ്യുകയും ചെയ്യാനുള്ള കാരണം എൻസൈമിൻ്റെ സ്ട്രക്ചറിലുള്ള റിജിഡിറ്റിയാണ്. അത് സ്റ്റെറിക്കലി ഡിഫറെൻ്റ് ആണ് ഫ്രം ദ ആക്ച്വൽ സബ്സ്ട്രേറ്റിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ അത് സ്റ്റെറിക്കലി ഡിഫറെൻ്റ് ആണ്. Lock and key hypothesis appears to be a simple explanation for enzyme substrate complexing and an absolute enzyme substrate specificity. അതൊരു സിമ്പിൾ എക്സ്പ്ലനേഷൻ ആണ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നതിനെ പറ്റി അതുപോലെ ആബ്സല്യൂട്ട് എൻസൈം സബ്സ്ട്രേറ്റ് സ്പെസിഫിസിറ്റിനെ പറ്റിയും പറയുന്ന ഒരു സിമ്പിൾ എക്സ്പ്ലനേഷൻ ആണ് ലോക്ക് ആൻഡ് കീ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. However, it does not account for the flexibility of the enzyme. അത് എൻസൈമിൻ്റെ ഫ്ലെക്സിബിലിറ്റിക്ക് കൂടുതൽ ഊന്നൽ നൽകുന്നില്ല. എഫക്റ്റ് ഓഫ് അലോസ്റ്ററിക് മോഡുലേറ്റേഴ്സ് അതുപോലെ അലോസ്റ്ററിക് മോഡുലേറ്റേഴ്സിന് ഊന്നൽ കൊടുക്കുന്നില്ല. അതുപോലെ റിലേറ്റീവ് സ്പെസിഫിസിറ്റി ഇൻ സെവറൽ എൻസൈംസ് വിത്ത് ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻ ക്യാൻ ബൈൻഡ് വിത്ത് ദ സെയിം സബ്സ്ട്രേറ്റ്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കോൺഫിഗറേഷനുള്ള പല എൻസൈംസും സെയിം സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്യുന്നതിനെ പറ്റിയും ഇത് ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇത് പല കാര്യങ്ങളും ഇതിൻ്റെ ഡ്രോബാക്സ് ഉണ്ട്. ഫസ്റ്റ് ഈ തിയറിയുടെ ഡ്രോബാക്ക് ആണ് എൻസൈമിൻ്റെ ഫ്ലെക്സിബിലിറ്റിനെ പറ്റി ഇതൊന്നും പറയുന്നില്ല. അലോസ്റ്ററിക് മോഡുലേറ്റേഴ്സിനെ പറ്റി പറയുന്നില്ല. പിന്നെ ഡിഫറെൻറ്റ് എൻസൈംസിന് ഡിഫറെൻറ്റ് കോൺഫിഗറേഷനുള്ള ഡിഫറെൻറ്റ് എൻസൈംസ് സെയിം സബ്സ്ട്രേറ്റുമായിട്ട് എങ്ങനെ ബൈൻഡ് ചെയ്യുന്നു അതിനെ പറ്റിയും ഇത് പറയുന്നില്ല. ദ ഇൻഡ്യൂസ്ഡ് ഫിറ്റ് ഹൈപ്പോത്തസിസ് അപ്പിയേഴ്സ് ടു റിസോൾവ് ദീസ് ഷോർട്ട് കമ്മിങ്സ്. ഈ ഷോർട്ട് കമ്മിങ്സ് എല്ലാം റിസോൾവ് ചെയ്തുകൊണ്ടുള്ളൊരു ഹൈപ്പോത്തസിസ് ആണ് ഇൻഡ്യൂസ്ഡ് ഫിറ്റ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. Induced fit hypothesis is a concept that conformational changes can take place at the active site when substrate comes in contact with the enzyme. എൻസൈമുമായിട്ട് സബ്സ്ട്രേറ്റ് അടുത്ത് വന്നു കഴിഞ്ഞ് കഴിയുമ്പം എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ കൺഫർമേഷണൽ ചേഞ്ചസ് വരാം, സ്ട്രക്ചറൽ ചേഞ്ചസ് വരാം എന്ന് പറയുന്ന ഒരു ഹൈപ്പോത്തിസ് ആണ് ഇൻഡ്യൂസ്ഡ് ഫിറ്റ് ഹൈപ്പോത്തിസ് എന്ന് പറയുന്നത്. ദിസ് ഹൈപ്പോത്തിസ് എൻജോയ്സ് എക്സ്പെരിമെൻ്റൽ സപ്പോർട്ട്. ഇത് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു ഹൈപ്പോത്തിസ് ആണ്. ദ കാർഡിനൽ പോയിൻറ്റ്സ് ഓഫ് ദ ഇൻഡ്യൂസ്ഡ് ഫിറ്റ് ഹൈപ്പോത്തിസ് ആർ ദ ഫോളോയിങ്. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഇതൊക്കെയാണ്. എൻസൈം ഇസ് ഫ്ലെക്സിബിൾ ആൻഡ് ഇലാസ്റ്റിക് മോളിക്യൂൾ. എൻസൈം എന്ന് പറയുന്ന ഒരു ഫ്ലെക്സിബിളും ഇലാസ്റ്റിക്കും ആയിട്ടുള്ളൊരു മോളിക്യൂളാണ്. റാദർ ദാൻ എ റിജിഡ് സ്ട്രക്ചർ അല്ല, ഒരു ഫ്ലെക്സിബിളും ഇലാസ്റ്റിക് സ്ട്രക്ചറുമാണ് എൻസൈംസിനുള്ളത്. ദ കൺഫർമേഷൻ ഓഫ് ദ എൻസൈം ഓർ ഇറ്റ്സ് ആക്റ്റീവ് സൈറ്റ് മേ അണ്ടർഗോ ആൾട്ടറേഷൻ ഓൺ കോണ്ടാക്ട് വിത്ത് ദ സബ്സ്ട്രേറ്റുമായിട്ട് കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിന് അല്ലെങ്കിൽ എൻസൈമിന് തന്നെ ഒരു സ്ട്രക്ചറിൽ ചേഞ്ചസ് വരാനായിട്ട് പറ്റും. ദ ആക്റ്റീവ് സൈറ്റ് നീ നോട്ട് ബി എക്സാക്ട്ലി മാച്ചിങ് വിത്ത് ദ സബ്സ്ട്രേറ്റ്. എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി സബ്സ്ട്രേറ്റുമായിട്ട് മാച്ച് ചെയ്യുന്നൊരു സൈറ്റ് ആവണമെന്ന് നിർബന്ധമില്ല. A precise orientation of the functional groups of the enzyme is necessary for enzyme substrate complexing. എൻസൈമും സബ്സ്ട്രേറ്റും കോംപ്ലക്സ് ഫോം ചെയ്യാനായിട്ട് എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ്സ് പ്രിസൈസ് ആയിട്ട് ഓറിയൻറ്റ് ചെയ്താൽ മാത്രം മതി എന്നാണ് ഇൻഡ്യൂസ്ഡ് ഫിറ്റ് മോഡൽ അനുസരിച്ച് പറയുന്നത്. പിന്നെ പറയുന്നത് during enzyme action there occurs a stereospecific initial binding between the substrate and the active site of the enzyme, which is called primary binding. എൻസൈം ആക്ഷൻ്റെ സമയത്ത് ഒരു സ്റ്റീരിയോ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇനീഷ്യൽ ബൈൻഡിങ് ഉണ്ട് സബ്സ്ട്രേറ്റും എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റും തമ്മിൽ. അതിനെയാണ് പ്രൈമറി ബൈൻഡിങ് എന്ന് പറയുന്നത്. കോണ്ടാക്റ്റിംഗ് ഓർ സ്റ്റീരിയോ സ്പെസിഫിക് പ്രൈമറി ബൈൻഡിങ് ഓഫ് ദ സബ്സ്ട്രേറ്റ് വിത്ത് ആക്റ്റീവ് സൈറ്റ് ഇൻഡ്യൂസസ് എ റീഓറിയൻറ്റേഷൻ ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. ഇനി സ്റ്റീരിയോ സ്പെസിഫിക് ആയിട്ടുള്ള പ്രൈമറി ബൈൻഡിങ് നടക്കുമ്പോൾ സബ്സ്ട്രേറ്റും ആക്റ്റീവ് സൈറ്റും തമ്മിലുള്ള സ്റ്റീരിയോ സ്പെസിഫിക് പ്രൈമറി ബൈൻഡിങ് നടക്കുമ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് റീഓറിയൻറ്റഡ് ആവുന്നുണ്ട്. This causes conformational changes in the enzyme and the formation of a matching platform for the attachment of the substrate. ഈ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് റീഓറിയൻറ്റ് ചെയ്യുന്നതാണ് ആക്ച്വലി എൻസൈമിന് കൺഫർമേഷണൽ ചേഞ്ചസ് വരുത്തും. അതുപോലെ മാച്ചിങ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം സബ്സ്ട്രേറ്റിന് ബൈൻഡ് ചെയ്യാനുള്ള ഒരു മാച്ചിങ് പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നതും ഈ റീഓറിയൻറ്റേഷൻ ആണ് എന്നാണ് പറയുന്നത്. Consequently, there occurs a secondary binding of the substrate with the active site of the enzyme. This completes the enzyme substrate complexing.
ഇത് റീഓറിയൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എല്ലാം റീഓറിയൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻസൈമിൻ്റെ വരുന്ന കൺഫർമേഷണൽ ചേഞ്ചസ് വഴി സബ്സ്ട്രേറ്റ് ആക്റ്റീവ് സൈറ്റ് ഓഫ് ദ എൻസൈമുമായിട്ട് നന്നായിട്ട് ബൈൻഡ് ചെയ്യും. അതിന് നമ്മൾ സെക്കൻഡറി ബൈൻഡിങ് എന്ന് പറയും. ഇങ്ങനെയാണ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നതെന്ന്. When the substrate analog happens to come in contact with the enzyme, some structural changes takes place in the enzyme, but the required reorientation of the functional groups will not occur, so the proper enzyme substrate complexing and the subsequent reaction will not occur. ഇനി സബ്സ്ട്രേറ്റ് പോലെ ഇരിക്കുന്ന വേറൊരു മെറ്റീരിയൽ അതിനെയാണ് സബ്സ്ട്രേറ്റ് അനലോഗ് എന്ന് പറയുന്നത്. ഇനി സബ്സ്ട്രേറ്റ് അനലോഗാണ് എൻസൈമുമായിട്ട് കോണ്ടാക്റ്റ് വരുന്നതെങ്കിൽ സ്ട്രക്ചറൽ ചേഞ്ചസ് അന്നേരവും സംഭവിക്കുന്നുണ്ട്. പക്ഷേ ആവശ്യമുള്ള രീതിയിലുള്ളൊരു ഫങ്ഷണൽ ഗ്രൂപ്പ്സിന് റീഓറിയൻറ്റേഷൻ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് സബ്സിക്വൻ്റ് ആയിട്ടുള്ള റിയാക്ഷനും നടക്കുന്നില്ല. ഇപ്പോൾ മെയിനായിട്ടുള്ള പോയിന്റുകൾ ഇതൊക്കെയാണ്. ഫസ്റ്റ്, എൻസൈം ഫ്ലെക്സിബിളും ഇലാസ്റ്റിക്കും ആയിട്ടുള്ള മോളിക്യൂളാണ്, റിജിഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ അല്ല. എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിനകത്ത് കൺഫർമേഷണൽ ചേഞ്ചസ് അണ്ടർഗോ ചെയ്യേണ്ടത് സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്യാൻ വരുമ്പം ആക്റ്റീവ് സൈറ്റ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി മാച്ചിങ് ആയിട്ടുള്ളൊരു സൈറ്റ് അല്ല സബ്സ്ട്രേറ്റുമായിട്ട്. റീഓറിയൻറ്റേഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആണ് മെയിനായിട്ട് സംഭവിക്കുന്നത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിങ്ങിനകത്ത്. ഫസ്റ്റ് ഒരു പ്രൈമറി ബൈൻഡിങ് ഉണ്ടാവും, അതിനുശേഷം ഫങ്ഷണൽ ഗ്രൂപ്പ്സ് റീഓറിയൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു സെക്കൻഡറി ബൈൻഡിങ്ങും ഉണ്ടാവും. സബ്സ്ട്രേറ്റ് അനലോഗ് ആണ് വന്ന് ബൈൻഡ് ചെയ്യുന്നതെങ്കിൽ സ്ട്രക്ചറൽ ചേഞ്ചസ് വരുത്തുന്നുണ്ട്, പക്ഷേ റീഓറിയൻറ്റേഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് അത്ര ആക്യുറേറ്റ് ആയിരിക്കില്ല. ഇതിൻ്റെ ഡയഗ്രാം നോക്കിയ സബ്സ്ട്രേറ്റ് എൻറ്ററിങ് ഇൻ ടു ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് ആൻ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിങ്. എൻസൈമിൻ്റെ ഷേപ്പ് ചേഞ്ചസ് സ്ലൈറ്റ്ലി ആസ് എ സബ്സ്ട്രേറ്റ് ബൈൻഡ്സ്. എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ഫോംസ്. പ്രോഡക്റ്റ് ലീവിങ് ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് ദ എൻസൈം. ആദ്യം എൻസൈമും സബ്സ്ട്രേറ്റും വന്ന് ബൈൻഡ് ചെയ്തു. സബ്സ്ട്രേറ്റ് എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ഒരു സ്ലൈറ്റ് ചേഞ്ച് എൻസൈമിൻ്റെ ഷേപ്പിനകത്ത് വന്നു. സെക്കൻഡറി ബൈൻഡിങ് തുടങ്ങിയപ്പോഴത്തേക്കും അല്ലെങ്കിൽ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യാൻ നേരത്ത് അതിനുശേഷം എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ഫോം ചെയ്തു. എൻസൈമും പ്രോഡക്റ്റും റിലീസ് ചെയ്തു. അക്കോർഡിംഗ് ടു ദ ഇൻഡ്യൂസ്ഡ് ഫിറ്റ് ഹൈപ്പോത്തിസിസ്, the active site of the enzyme is not initially a rigid replica of the substrate. Instead, it is flexible and elastic and can be appropriately modified by an incoming substrate. ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത് എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത് റിജിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ അല്ല, അത് ഫ്ലെക്സിബിളും ഇലാസ്റ്റിക്കും ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. ഇൻകമ്മിങ് ആയിട്ടുള്ള സബ്സ്ട്രേറ്റ് ഇതനുസരിച്ച് ആ സ്ട്രക്ചർ മോഡിഫൈ ചെയ്യാൻ പറ്റും. The contact with the substrate induces the active site to undergo conformational changes and also to adopt a suitable configuration for substrate binding. ഇത് സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന അനുസരിച്ച് എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിനകത്ത് കൺഫർമേഷണൽ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. അതുവഴി ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷൻ സബ്സ്ട്രേറ്റ് ബൈൻഡിങ്ങിനുള്ളത് ഒരുക്കാനായിട്ടും പറ്റുന്നുണ്ട്. ദ ഇൻഡ്യൂസ്ഡ് കൺഫർമേഷണൽ ചേഞ്ച് ഇൻ ദ എൻസൈം ഇമ്പോസസ് സം സ്ട്രെയിൻ ഓൺ ദ സബ്സ്ട്രേറ്റ്. ഇനി ഇങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുന്നൊരു കൺഫർമേഷണൽ ചേഞ്ച് വഴി എൻസൈമിൽ ഇങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുന്ന കൺഫർമേഷണൽ ചേഞ്ച് വഴി കുറച്ച് സ്ട്രെയിൻ സബ്സ്ട്രേറ്റിന് വരുന്നുണ്ട്. ദ സ്ട്രെയിൻ induces a substrate to transform into a product. ആ സ്ട്രെയിനാണ് ആക്ച്വലി സബ്സ്ട്രേറ്റ് പ്രൊഡക്റ്റ് ആക്കി മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആണ് സബ്സ്ട്രേറ്റ് സ്ട്രെയിൻ തിയറി എന്നും പറയാറുണ്ട്. അപ്പം ഈ ഇൻഡ്യൂസ്ഡ് ഫിറ്റ് ഹൈപ്പോത്തിസിസ് അനുസരിച്ച് ആക്റ്റീവ് സൈറ്റ് എന്ന് പറഞ്ഞാൽ എക്സാക്ട് റിപ്ലിക്ക അല്ല സബ്സ്ട്രേറ്റിൻ്റെ, അത് കുറച്ചും കൂടെ ഫ്ലെക്സിബിളും ഇലാസ്റ്റിക്കും ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ഇൻകമ്മിങ് സബ്സ്ട്രേറ്റിനനുസരിച്ച് അത് മോഡിഫൈ ചെയ്ത് പോകാറുണ്ട്. ഇനി സബ്സ്ട്രേറ്റുമായിട്ട് ആക്റ്റീവ് സൈറ്റ് കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കൺഫർമേഷണൽ ചേഞ്ചസ് അണ്ടർഗോ ചെയ്തിട്ട് ഒരു സ്യൂട്ടബിൾ കൺഫർമേഷനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇൻഡ്യൂസ്ഡ് കൺഫർമേഷണൽ ചേഞ്ച് സം സ്ട്രെയിൻ കോസ് ചെയ്യാറുണ്ട് സബ്സ്ട്രേറ്റിനകത്ത്. ആ സ്ട്രെയിൻ വഴിയാണ് സബ്സ്ട്രേറ്റ് പ്രൊഡക്റ്റായിട്ട് മാറുന്നത്. ഇതാണ് ഇൻഡ്യൂസ്ഡ് ഫിറ്റ് ഹൈപ്പോത്തിസിസ്. എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.